ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ എന്നാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്ന പാവയ്ക്ക, നല്ലൊരു പച്ചക്കറി അല്ലേ, അത് ഉണ്ടാക്കുന്ന ഒരു തോരൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നലെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഏഷ്യൻ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി വെജിറ്റബിൾസ് കണ്ടു കേട്ടോ. എനിക്ക് നോൺ വെജ് ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ കുറച്ചുകൂടെ വെജിറ്റബിളിനോട് താല്പര്യമാണ് കേട്ടോ. പക്ഷേ പാവയ്ക്ക നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കയ്പ്പ് കൂടിയതായതുകൊണ്ട് പലർക്കും അതിനോട് താല്പര്യമില്ല. പക്ഷേ എനിക്ക് അതിനോട് അത് ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ കട്ട കയ്പ്പാകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെ ആ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടതാണ്. അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസും ഇവിടെ നമ്മുടെ നാട്ടിലെ വെണ്ടയ്ക്ക, കോവയ്ക്ക, ഇപ്പോൾ ഓണം കൂടെ ആയതുകൊണ്ട് ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലത്തെ എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ബിറ്റർ ഗാർഡ് അല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ 4 മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനിവിടെ കുറച്ച് നല്ല റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടല്ലോ. 1 മണിക്കൂറോളം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം മുക്കി വെച്ചായിരുന്നു കേട്ടോ. അതിനകത്ത് അണുക്കളും കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതുണ്ടോ, നല്ലതാണ്, നല്ല പച്ചയാണ്, വാടിയതൊന്നുമല്ല കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ചടങ്ങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഇതിൻ്റെ അകത്തെ കുരുവും എല്ലാം പറിച്ച് കളയണം. അപ്പോൾ നമുക്കിതിൻ്റെ പരിപാടിയിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ ഇതാണ്ട് ഞാൻ എല്ലാം നന്നായിട്ട് ഒന്ന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ അകത്തെ കുരുക്കളെല്ലാം നമുക്കൊരു സ്പൂൺ വെച്ച് വലിച്ച് എടുത്ത് കളയാം കേട്ടോ, പറിച്ച് കളയാം. പിന്നെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നല്ലൊരു വെജിറ്റബിളാണ്. നല്ല വൈറ്റമിൻസ്, നല്ല മെയിനായിട്ട് അയൺ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിളാണ്. പിന്നെ പക്ഷേ ഇത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ചിലവരുണ്ടാക്കി കുടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പണ്ട് 1-2 പ്രാവശ്യമൊക്കെ കുടിച്ചായിരുന്നു. അതിനുശേഷം സമയം കിട്ടാറില്ല. മാത്രമല്ല ഇത് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ ഇന്ത്യൻ ഷോപ്പുകളിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിൽ കിടക്കാം. ഇതാണ് ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഞാൻ പറിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, കളയാനുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിതിനിപ്പം സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ നമ്മൾ ബീൻസൊക്കെ അരിയത്തില്ലേ, ചെറിയ കഷ്ണങ്ങളായിട്ട്, അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ചെറിയ പീസുകളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് സവാള, പിന്നെ വെളുത്തുള്ളി, കുറച്ച് തേങ്ങ, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനകത്ത് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചിട്ടു. പിന്നെ കറിവേപ്പില, പച്ചമുളക്, സവാള, പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ച് നമ്മുടെ ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയിലൊക്കെ മുക്കി വെച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞാലും, പിന്നെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ തേങ്ങായും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ വാളംപുളി കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കാവേ. അപ്പം ഞാൻ നമ്മുടെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിനിടയ്ക്ക് കുറച്ച് തിരക്ക് വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാത്രം വെച്ച് അതിനകത്ത് എണ്ണയും കടുകും പൊട്ടിച്ച് പിന്നെ ഇതെല്ലാം കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചു കേട്ടോ. ഇതുണ്ടോ, ഇനി ഒന്ന് ഒതുങ്ങിയിട്ട് വേണം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതുണ്ടോ പുളിവെള്ളം ഒന്ന് ഒഴിക്കാൻ. അപ്പം ഇതൊന്നാകട്ടെ. ശരിക്കും ഇത് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഇതുണ്ട് പുളിവെള്ളം നമുക്ക് മൊത്തമായിട്ടങ്ങ് ഒഴിക്കാം കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ട് ചെറിയ തീയിൽ നമ്മളിങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇത് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇളക്കുന്ന കറക്റ്റായിട്ട് നന്നായിട്ട് കുത്തിയാണ് ഇളക്കിയത് കേട്ടോ. കാരണം ആ പുളിയുടെയൊക്കെ ആ
കഷ്ണങ്ങൾ നന്നായിട്ട് ഇതിനകത്ത് ഉടഞ്ഞു പോകണ്ടേ. അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും കാണിക്കാത്തത്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ നല്ല പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ചപ്പാത്തിയുടെ തോരൻ പോലെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, പുളി ഒഴിച്ച് ഒക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.